ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദർശന സ്പൈസി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ പെയിന്റിംഗ് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിന്റിംഗ് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കോട്ടൺ ആണ്, അത് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ഫെവിക്കോള് വേണം. പിന്നെ വേണ്ടത് ഇതുപോലൊരു പെയിന്റിംഗ് ബ്രഷ് ആണ്. പിന്നെ ഒരു സ്ക്രബ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ അക്രോളിക് പെയിന്റ്, അതിൽ ഞാനൊരു റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ്, സ്റ്റാർസ് ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ചെറിയ പാക്കറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. അപ്പം നമുക്ക് ഇതുപോലെ ഈ ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് കോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 കോട്ട് അടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കോട്ട് ഇതുപോലെ ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ അങ്ങനെ എന്ത് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഒരു ഫസ്റ്റ് കോട്ട് പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ സ്ക്രബ് യൂസ് ചെയ്ത് ഫസ്റ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് കോട്ട് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ സ്പേസും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ബോട്ടിലിൽ സെക്കൻഡ് കോട്ടും കൂടെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങിയൊക്കെ എടുത്തതാണ് ഞാനിത്. ഇനി ഇതാ ഈ കാണുന്ന ഈ ഒരു പോർഷൻ, ഈ സ്പേസിൽ ഞാനൊരു ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതൊരു ബ്ലാക്ക് കളർ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിഷ് യു എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് ഞാനൊരു ടെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടെസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്രിസ്മസിൻ്റെയും ഹാപ്പി ന്യൂ ഇയറിൻ്റെയും എല്ലാം ഒരു ടൈമാണല്ലോ, അപ്പോൾ അതുപോലെ കൊടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ സ്റ്റാർസ്, അത് നമുക്ക് ഈ ടെസ്റ്റിൻ്റെ ഇടയിലൊക്കെ ഈ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി സ്റ്റാർസും കൂടെ ഈ ബോട്ടിലിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തതാണ്. ഇനി വേണ്ടത് ഈ കോട്ടൺ ഈ ഫെവിക്കോൾ വെച്ചിട്ട് ഈ ടെസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്പേസിലും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കോട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാ സ്പേസിലും കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഞാനിത് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ബോട്ടിൽ മൊത്തം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കോട്ടണിൽ കളറൊക്കെ കൊടുക്കാവുന്നതാണ്. എനിക്ക് ഇങ്ങനെ കാണാനാണ് താല്പര്യം തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത്. ഇനി നമുക്ക് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഫ്ലവേഴ്സ് ഇത് നമുക്ക് ബോട്ടിലിന്റെ ക്യാപ്പിന്റെ ആ സ്പേസിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ച് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പൊ ദാ നമ്മുടെ ബോട്ടിൽ പെയിന്റിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ പെയിന്റിംഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.